നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഗൾഫിലെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് UAE-യിൽ അവർ കോളയുടെയൊക്കെ വിലയിൽ ഏകദേശം ഇരട്ടി വില കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന കോളയ്ക്കൊക്കെ പണ്ടുണ്ടാകുന്നതിനെക്കാട്ടും ഇരട്ടി വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കണം. എങ്കിലും കുറഞ്ഞ വിലയിൽ ക്വാണ്ടിറ്റി കുറച്ചൊക്കെ ഇപ്പോൾ കാളക്കാർ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിച്ച് കുടിക്കുന്ന ആൾക്കാരോടും സെയിം ആണ്. കാര്യം ഇതിനൊരു അഡിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വലുതാണ്. അതേപോലെ തന്നെ പുകവലി ഉൽപ്പന്നങ്ങൾ, സിഗരറ്റിൻ്റെയൊക്കെ വില ഇപ്പോൾ ഇരട്ടിയായിട്ടുണ്ട്. എന്നാലും വലിക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ ചാത്തൻ സിഗരറ്റ് വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് ശരിക്കും ഉണ്ടാകുന്ന ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പണ്ട് ഇച്ചിരിയും കൂടി നല്ല ക്വാളിറ്റി എന്ന് പറയാൻ പാടില്ല, തമ്മിൽ ഭേദൻ തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചും കൂടി വേഴ്സ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന സിഗരറ്റ് ആൾക്കാർ വാങ്ങി വലിക്കാനും അത് യൂസ് ടു ആവാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ വിഷയമൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം, ഈ നമ്മൾ കോള കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കോളയും സിഗരറ്റും വലിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു പ്രധാന പ്രശ്നം ചർച്ച ചെയ്യാനാണ്. കഥയധികം പറയുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. പുക വലിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡും ഉണ്ട്. ഇത് കൂടാണ്ട് 40 മറ്റു തരത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്, പ്രത്യേകിച്ചും ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്സ്. നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഈ നിക്കോട്ടിൻ നമ്മുടെ ബ്രെയിനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലഷർ ഫീലിംഗ് ഉണ്ടാവും. ഇത് വലിച്ച് കുറേ നാളായി കഴിയുമ്പോഴത്തേനും വലിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് നിക്കോട്ടിൻ്റെ എമൗണ്ട് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ നമ്മൾ വീണ്ടും വലിക്കും. അപ്പോൾ നമുക്ക് ശരീരം കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡ് കിട്ടും. സിഗരറ്റ് വലിക്കാർ പെട്ടെന്ന് സിഗരറ്റ് വലി നിർത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്കൊരു വിഡ്രോവൽ സിൻഡ്രോം കാണിക്കും. പുകവലിക്കാർ മാത്രമല്ല, മദ്യപിക്കുന്ന ആൾക്കാർ കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് പ്ലാനിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴത്തേനും അവർ കാണിക്കുന്ന ഒരു സംഭവമാണ് വിഡ്രോവൽ സിൻഡ്രോം. അവർ പലതരത്തിലുള്ള ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും. നമ്മൾ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ കാർബൺ മോണോക്സൈഡും നിക്കോട്ടിനും ഒക്കെ വലിച്ചു കഴിയുമ്പോഴത്തേനും ഇത് ബ്രെയിനിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഈ അഡ്രിനാൽ ഗ്ലാൻഡിൽ കൂടെ നമ്മുടെ ഈ നിക്കോട്ടിൻ കടന്നു പോകുമ്പോഴത്തേനും നമ്മുടെ ശരീരം എപ്പിനെഫ്രിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അറ്റ് ദ സെയിം ടൈം ഈ നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡും നമ്മുടെ ഈ രക്തം പോകുന്ന കുഴലുകളുണ്ടല്ലോ അതിനെ ഡാമേജ് ചെയ്യും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഡാമേജ് ചെയ്ത ഏരിയയിൽ പ്ലേക്സ് അല്ലെങ്കിൽ ഫാറ്റി ഡെപ്പോസിഷൻ വന്ന് അടിയുകയും നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യതയും നല്ല ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ക്യാൻസർ, ലങ് ക്യാൻസർ, COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ആൾക്കാരെ കണ്ടിട്ടില്ലേ? ചുമയോട് ചുമ, ഒരു ശബ്ദം ഇങ്ങനെ വരും, ഇങ്ങനത്തെ ഒരു ശബ്ദമൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ? അത് ഈ ക്രോണിക് ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ സ്മോക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഈ അധിക നാളായിട്ട് സ്മോക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം, അവരുടെ ബോൺ ഡെൻസിറ്റി, കാൽസ്യം അബ്സോർപ്ഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും ശരീരം ആഗീകരണം ചെയ്യുന്ന കാൽസ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞു വരും അവരുടെ ശരീരത്തിൽ. കാരണം കാൽസ്യം അബ്സോർപ്ഷൻ കുറവായിരിക്കും ഇത്തരക്കാരിൽ, ഈ പുകവലിക്കുന്ന ആൾക്കാരിൽ. അതേപോലെ തന്നെ എന്തോരം സൂര്യപ്രകാശം കൊണ്ടുകഴിഞ്ഞാലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഡിയുടെ അളവും കുറവായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാൽഷ്യം ലെവൽ കുറയുന്നതുകൊണ്ട് തന്നെ ബോൺസിന് വളരെ ദോഷകരമായിട്ടുള്ള അവസ്ഥ പുകവലിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ കോളയും കൂടി കുടിച്ചാലോ? കോളയുടെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്, കോളയിൽ കഫീൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. അത് ഞാനൊരു വീഡിയോ അതിൻ്റെ പടം എടുത്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അതിൻ്റെ പേരിൽ ഇടികൊള്ളാൻ എന്നെ കൊണ്ട് വയ്യ. കാര്യം ഇവരൊക്കെ ഇൻ്റർനാഷണൽ കമ്പനികളാണ്. പ്ലെയിൻ പിടിച്ചു വന്ന് നമുക്കിട്ട് പണിയും തന്നിട്ട് പോകും. അതുകൊണ്ടാണ് ആ പടം കാണിക്കാത്തത്. പക്ഷെ തുറന്നു പറയുമ്പോൾ പ്രശ്നമില്ലല്ലോ, ഒരു കമ്പനിയും പറയുന്നതല്ല. ഇതിൻ്റെ അകത്തും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാൻ ഒന്നുമില്ല. എല്ലാ കോള പ്രോഡക്ട്സിലും കഫീനും ഫോസ്ഫറസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കഫീനും ഫോസ്ഫറസും ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോൺ ഡെൻസിറ്റി അത് ദോഷകരമായിട്ട് ബാധിക്കും. ബോൺ ഡെൻസിറ്റിക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ഫംഗ്ഷനെ അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് കൂടാണ്ട് കിഡ്നി പ്രശ്നങ്ങൾ, വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ നിരന്തരമായിട്ട് കോള അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ലിവറിന് പ്രശ്നമാണ്, ഡയബറ്റീസ് മെലിറ്റസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് കോള കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചാൽ ഏറ്റവും സേഫ് അതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാം, ചിലവും കുറവാണ്. ഇച്ചിരി ഇന്ദുപ്പോ അല്ലെങ്കിൽ ഇനി പഞ്ചസാര ഇടണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ റീഫൈൻഡ് അല്ലാത്ത ഷുഗർ കണ്ടന്റ് സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കൂ. എന്നാലും ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സും സ്മോക്കിംഗ് ഒഴിവാക്കുക. ഇന്ന് വളരെ ചുരുക്കം ഇൻഫർമേഷൻ മാത്രമേ പാസ് ഓൺ ചെയ്യുന്നുള്ളൂ. എങ്കിലും നിങ്ങൾ പുകവലിക്കാരോടും കോള നിരന്തരമായി കുടിക്കുന്ന ആൾക്കാരോടും പറയണം, അത് വളരെ ദോഷകരമാണ്. ഈ കോളയെക്കുറിച്ചും പുകവലിയെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. മുരിങ്ങയില കാൽസ്യം നന്നായിട്ട് നൽകുന്ന ഒരു വസ്തുവാണ് മുരിങ്ങയില.
നമ്മുടെ വീട്ടിലും പറമ്പിലും തൊടിയിലും ഇപ്പോൾ ഗൾഫിലൊക്കെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മുരിങ്ങയിലുണ്ട്. പാല്, നല്ല പാല് വാങ്ങിച്ച് കുടിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ പാല് വാങ്ങിച്ച് കുടിക്കാൻ നല്ല പാല് കിട്ടാനുള്ള ലോങ് ലൈഫ് പാലൊക്കെ വാങ്ങിച്ച് കുടിക്കുന്ന ആൾക്കാരോട് ഞാൻ അതിനൊരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ മുരിങ്ങയില ആവശ്യത്തിന് കഴിച്ചോ. ആവശ്യത്തിന് ഒരു മുട്ട എടുത്തിട്ട് ഓംലേറ്റ് അടിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയില ഇട്ട് വേവിച്ച് കഴിക്കുക, ചിക്കിപ്പൊരിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കി കഴിക്കുക. നിങ്ങൾ ഇറച്ചിക്കറി ഉണ്ടാക്കിയാൽ ഇറച്ചി വെന്ത് കഴിഞ്ഞത് മൂടി വെക്കുന്ന സമയത്ത് കുറച്ച് മുരിങ്ങയില അതിൻ്റെ തുതിർത്തിടുക. ചോറ് വേവിച്ച് കഴിഞ്ഞാൽ അത് വാർത്ത് കഴിയുമ്പോഴേക്കും ആ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ആ ആവിയിൽ നിന്ന് പാകാനായിട്ട് ഇച്ചിരി മുരിങ്ങയില അതിൻ്റെ അകത്ത് ഇടുക. മുരിങ്ങയില ഒരിക്കലും കൂടിയ സമയം ഇട്ട് വേവിച്ച് അതിൻ്റെ അകത്തുള്ള ന്യൂട്രീഷ്യസ് വാല്യൂ നശിപ്പിച്ച് കളയരുത്. ഈ പുകവലിയും കോളവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് ഈ കാൽഷ്യം അബ്സോർപ്ഷൻ്റെ കാര്യത്തിന് വേണ്ടി മുരിങ്ങയില നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഭക്ഷ്യവസ്തുവാണെന്ന് പറയുന്നത്. അപ്പോൾ നിർത്തുന്നു. എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നല്ല നമസ്കാരം.